ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് ബിടെക് കംപ്ലീറ്റ് ആയിട്ടുള്ളവർക്ക് എന്തൊക്കെ ജോലി സാധ്യതകളാണ് ഉള്ളത്? നമുക്കറിയാം, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് നേടുക എന്നുള്ളതാണ്. അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാമ്പസിലായിരിക്കുമ്പോൾ മാത്രം പ്ലേസ്മെന്റ് എന്നുള്ളതാണ് ക്യാമ്പസ് പ്ലേസ്മെന്റ്. അപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി നമുക്ക് ഇപ്പം CGP ഒക്കെ 8.5 മുകളിലുള്ളവർക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നമ്മുടെ ക്യാമ്പസിൽ വന്ന് കമ്പനീസ് പ്ലേസ്മെന്റ് നടത്തുന്നു. ദെൻ രണ്ടാമത്തെ ഇതിനകത്ത് പ്രശ്നം, ക്യാമ്പസ് പ്ലേസ്മെന്റ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോളേജിൽ നിന്നും പുറത്തിറങ്ങിയാൽ നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് അപ്പിയർ ചെയ്യാൻ സാധ്യമല്ല. ഓക്കെ, ദെൻ രണ്ടാമത് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് നമുക്ക് ഗേറ്റ് എക്സാം, ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എങ്ങനെയെങ്കിലും എഴുതുക എന്നുള്ളതാണ്. ഗേറ്റ് എക്സാം എഴുതുന്നുണ്ട്. നേരത്തെ ഉള്ള 2016 മുമ്പുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗേറ്റ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഹയർ സ്റ്റഡീസ് MTech കൂട്ടുള്ള കോഴ്സിന് പോകാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇപ്പോൾ 2025 ഇരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇത് ഹയർ സ്റ്റഡീസിന് മാത്രമല്ല പല PSU കമ്പനീസും എന്ന് പറഞ്ഞാൽ ബെല്ല്, IOSC കൂട്ടുള്ള കമ്പനീസ് ഒക്കെ ഗേറ്റ് സ്കോറിനെ ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഗേറ്റ് സ്കോർ എലിജിബിൾ ആയിട്ടുള്ളവരെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വിധേയമാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം ഡയറക്റ്റ് പോസ്റ്റിംഗ് കൊടുക്കുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. അപ്പോൾ ഗേറ്റ് എന്ന് പറഞ്ഞ എക്സാം നമ്മുടെ എഞ്ചിനീയറിംഗിലെ ഒരു മാസ്റ്റർ എക്സാം ആണ്. വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ് ഉള്ളത്. അപ്പം ഗേറ്റ് എക്സാമിന് ശരിക്കും ഗേറ്റ് സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ 3 വർഷമാണ് അതിന്റെ വാലിഡിറ്റി ഉള്ളത്. എന്നാൽ ഇപ്പം ഞാൻ പറഞ്ഞ അനുസരിച്ച് കമ്പനീസ് പക്ഷേ ഒറ്റ വർഷം മാത്രമേ അതിന്റെ വാലിഡിറ്റി കണക്കാക്കത്തുള്ളൂ, 3 വർഷത്തേക്ക് കിട്ടില്ല. ഓക്കെ, ആ വർഷത്തിൽ ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂ വഴി കമ്പനീസിൽ കയറാൻ പറ്റുന്നതാണ്. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീം പഠിച്ചവർക്കുള്ള അവസരമാണ് മൂന്നാമത്തത് ഫ്രീലാൻസിങ് ആൻഡ് ഓന്റർപ്രണർഷിപ്പ്. ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും സ്ഥാപനം ആരംഭിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. ഓക്കെ, ദെൻ ഫോർത്ത് ജോലി സാധ്യത എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. പബ്ലിക് സെക്ടർ പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരള PSC ഉണ്ട്. അതുകൂട്ട് തന്നെ നമുക്കറിയാവുന്നതാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡും അതുകൊണ്ട് തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും. ഇത് നമുക്ക് വളരെയധികം ജോലി സാധ്യത തരുന്ന ഒരു മേഖലയാണ്. കാരണം ഇപ്പോൾ നമ്മളുടെ PSCയെ കുറിച്ച് പറയുകയാണെങ്കിൽ PSCയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ളവർക്ക് വളരെ നല്ല പോസ്റ്റുകൾ അവൈലബിൾ ആണ്. എക്സാംസ് ഓരോ വർഷവും എക്സാംസ് ഇങ്ങനെ അവരുടെ വേക്കൻസി അനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മൾ PSCയിൽ നമുക്കുള്ളത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ മോസ്റ്റ് അപ്പിയറിംഗ് ആയിട്ടുള്ള ഏതാണ് പോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ളത്. പക്ഷെ അതിന് നമുക്ക് ബാച്ചിലർ ഡിഗ്രി മാത്രം പോരാ, മാസ്റ്റേഴ്സ് ഡിഗ്രിയും കൂടി വേണം. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പിന്നീടുള്ള ഒരു നല്ല സെലിബ്രിറ്റി പോസ്റ്റ് ആണ് ഈ പറയുന്ന പോളി ലെക്ചർ എന്ന് പറയുന്നത്, മെക്കാനിക്കൽ പോളി ലെക്ചർ. അതിന് നമുക്ക് ബിടെക് മതി. പിന്നീട് പറയുകയാണെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പല വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇവിടെയൊക്കെ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് വിളിക്കാറുണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ. ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഹൈ സാലറി സ്കെയിൽ ആണ്. ലെവൽ 10 നമുക്ക് സാലറി സ്കെയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതേ കൂട്ട് തന്നെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എന്നുള്ള പോസ്റ്റ് വളരെ മെക്കാനിക്കൽ എഞ്ചിനീയർ സ്ട്രീമുകാർക്ക് വളരെ നല്ലൊരു പോസ്റ്റാണ്. ഇൻസ്ട്രക്ടർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്നും പറയാറുണ്ട്. ടെക്നിക്കലാണ് വരുന്നത്. അവിടെയും ഈ പറയുന്ന സാലറി സ്കെയിൽ സെയിം ആണ്. ലെവൽ 10 സാലറി സ്കെയിൽ ഉള്ളത്. ദെൻ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളതാണ് പോസ്റ്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിടെക് ഓർ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന എക്സാം ആണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം ആ എക്സാം ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ പിന്നെ പറ്റുന്ന മെക്കാനിക്കൽ എഞ്ചിനീയർക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് എഞ്ചിനീയർ പോസ്റ്റ്. നമുക്ക് എഞ്ചിനീയർ പോസ്റ്റ് പറയുമ്പം നമ്മുടെ മെയിനായിട്ട് പബ്ലിക് സെക്ടറുള്ള എൻറ്റിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ പറയുന്ന കേരള വാട്ടർ അതോറിറ്റി, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് PWD, ദെൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ദെൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി KSEB, ദെൻ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് KSRTC, ദെൻ KMML. ഇവിടെയൊക്കെ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വേരിയസ് പോസ്റ്റുകളുണ്ട്. ഇതൊക്കെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ളവർക്ക് തരുന്ന ജോലി സാധ്യതകളാണ്. ഇവിടെയൊക്കെ വേക്കൻസി വരുമ്പം നമ്മൾ ഇതെല്ലാം PSC എക്സാംസ് വഴി മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് PSC എക്സാമിനെ ബേസ് ചെയ്താണ് ഇവിടുത്തെ പോസ്റ്റിംഗ് നടക്കുന്നത്. പിന്നീട് നമുക്ക് ജൂനിയർ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു നല്ല പോസ്റ്റ് ഉണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയറിന് മുകളിലായിട്ട് വേണമെങ്കിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറെ ഞാൻ പെടുത്തും. കാരണം ലെവലൊക്കെ സെയിം ആണെങ്കിലും നല്ലൊരു പോസ്റ്റ് ആണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വേരിയസ് പോസ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു ആസ്പിരൻസിന് അവൈലബിൾ ആണ് PSC വഴി. ഓക്കെ,
പിന്നീട് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസ് വരുന്നുണ്ട്, യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അഗ്രോ ഇൻഡസ്ട്രീസിൽ വരുന്നുണ്ട്, ദെൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഈ പറയുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം വരുന്നുണ്ട്. ഇപ്പം ഓഗസ്റ്റിലാണ് കൺഫർമേഷൻ വന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം വരികയാണ്. കൂടാതെ അതിനടുത്ത മാസങ്ങളിൽ തന്നെ ഏകദേശം ഓഗസ്റ്റ് ഒക്ടോബറോട് കൂടി മറ്റ് 2 ഡിപ്പാർട്ട്മെന്റിലും അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഒരു എക്സാം ആണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കൺഫർമേഷൻ ആണ് ഇനി വരാനുള്ളത്. നോട്ടിഫിക്കേഷൻ വന്നു, ദെൻ അതിന്റെ എക്സാം ഏകദേശം നമുക്ക് 2026 ജനുവരി ഏപ്രിൽ മന്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്കിനിയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ ഇപ്പോൾ പാസ്സായിട്ടുള്ളവരാകട്ടെ, മുൻപ് പാസ്സായി അപ്പിയർ ചെയ്യുന്നവരാകട്ടെ, അവർക്കെല്ലാം ഈ പറയുന്ന ഒരു നല്ല എക്സാം ആണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് ഇനിയും വരാൻ സാധ്യതയുള്ള നമുക്ക് PSC വഴി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിന് വരാൻ സാധ്യതയുള്ള എക്സാംസ് എന്ന് പറയുന്നത് ഒന്ന് ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3 ഓർ ട്രേസർ ആണ്. ഓക്കെ, കാരണം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് 2022 അപ്പോൾ നമുക്ക് മിക്കപ്പോഴും 25-26 ഇയർ കാലയളവിൽ നമുക്ക് ഈ പറയുന്ന പോസ്റ്റിന്റെ എക്സാം പ്രതീക്ഷിക്കാം. ഓക്കെ, കൂടാതെ ഓവർസിയർ ആൻഡ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള എക്സാമും പബ്ലിക് വർക്ക് ഓർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ തലത്തിൽ വരുന്നതാണ്. അവരുടെയും ഏറ്റവും അവസാനത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 22 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴും നമുക്ക് ഉടനെ തന്നെ എക്സാംസ് അല്ലെങ്കിൽ വേക്കൻസീസ് അവിടെ അവൈലബിൾ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ മൂന്നാമത്തത് ഓപ്പറേറ്റർ പോസ്റ്റ് ആണ്. അതിന്റെ റാങ്ക് ലിസ്റ്റ് 23 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2026 വേക്കൻസി ഫുൾഫിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ വീണ്ടും എക്സാമിനുള്ള സാധ്യത കൂടുകയാണ്. ദെൻ ലാസ്റ്റ് വൺ അസിസ്റ്റന്റ് എഞ്ചിനീയർ. നമ്മൾ പറഞ്ഞു ഓൾറെഡി 3 എക്സാം ഇപ്പോൾ വരുന്നുണ്ട്. കൂടാതെ കേരള വാട്ടർ അതോറിറ്റി ഒരു നല്ല എക്സാം ആണ്. ഞാൻ പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ ആസ്പിറൻസിന് പറ്റിയ നല്ലൊരു പൊസിഷനാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ വാട്ടർ അതോറിറ്റി. അതിന്റെയും റാങ്ക് ലിസ്റ്റ് 23 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ വരുന്ന 25-26 കാലയളവിൽ എക്സാംസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ കേരള വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല പല ജോലി സാധ്യതകൾ നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അണ്ടറിൽ നമ്മുടെ നാട്ടിൽ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് അവൈലബിൾ ആണ്. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം ഒരു നമുക്കറിയാം എക്സാം ബേസ്ഡ് ആണ്, എക്സാം ഓറിയന്റഡ് ആണ്. നന്നായിട്ട് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് അറിയാവുന്ന ഒരു വ്യക്തിക്ക്, കോർ സബ്ജക്ട്സ് അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധ്യതയുള്ള എക്സാംസിന്റെ ലിസ്റ്റ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, കൂടാതെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിന് നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് നമുക്കറിയാവുന്നതാണ്. RRB അതുകൂട്ട് തന്നെ SSC ആണ് നമുക്ക് കൂടുതൽ എക്സാംസ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഓക്കെ, RRBയിൽ പറയുവാണെങ്കിൽ നമ്മൾ എക്സാംസ് അപ്കമിങ് എക്സാംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RRB ലോക്കോ പൈലറ്റ് എക്സാംസ് ഉണ്ട്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം. അതുകൊണ്ട് തന്നെ ജൂനിയർ എഞ്ചിനീയർ എക്സാംസ് ഉണ്ട്, ദെൻ SSC ജൂനിയർ എഞ്ചിനീയർ എക്സാംസ് ഉണ്ട്. RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി 2025 എക്സാമിന്റെ നോട്ടിഫിക്കേഷനും അതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റും എല്ലാം വന്നു കഴിഞ്ഞതാണ്. ഓൾറെഡി ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത് 11/4/25 അതിന്റെ ആപ്ലിക്കേഷൻ എൻഡ് ഡേറ്റ് 25/5/19 കഴിഞ്ഞതാണ്. കൂടാതെ എക്സാം ഡേറ്റ് നമുക്ക് ഏകദേശം ഡിസംബറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാം മിക്കതും നടക്കുന്നത് 2 പേപ്പേഴ്സ് ആയിട്ടാണ്. CBT1 CBT2 അല്ലെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് CBT1 ആൻഡ് CBT2 എന്ന് പറയുന്നത്. അപ്പം CBT1 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ CBT1 സിലബസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ദെൻ ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ഇത്രയും ചേർന്ന് 75 ക്വസ്റ്റ്യൻസ് 75 മാർക്കിനുള്ള 60 മിനിറ്റിന്റെ എക്സാം ആണ് CBT1 വരുന്നത്. ഓക്കെ, അപ്പം 75 ആണ് CBT1. ഈ CBT1 പാസ്സാവുന്നവർക്ക് വേണ്ടി മാത്രമാണ് CBT2 അവര് നടത്തുന്നത്. ഓക്കെ, അപ്പം CBT2 വരുമ്പം മാർക്ക് ഇച്ചിലൂടെ ഹൈ ആവുന്നുണ്ട്. 100 മാർക്കിലാണ് ക്വസ്റ്റ്യൻ നടക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ മാത്തമാറ്റിക്സ് അവിടെയും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ദെൻ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ദെൻ ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ്, ഈ പറയുന്ന മെയിൻ ടോപ്പിക്സിനെ ബേസ് ആണ് CBT2 എക്സാം നടക്കുന്നത്. ഇത് മൊത്തം കൂടി കമ്പൈൻ ചെയ്താണ് 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിന് നടത്തുന്നത്. അങ്ങനെയാണ് നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം നടക്കപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇതാണ് RRBയിലുള്ള ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്.
എന്നാൽ RRBയിലുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിന് കിട്ടുന്ന നല്ലൊരു പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പം ഇതിനു മുമ്പ് RRB 5 വർഷം കൂടുമ്പോഴായിരുന്നു ജൂനിയർ എഞ്ചിനീയർ എക്സാം നടത്തിക്കൊണ്ടിരുന്നത്. 2019 ശേഷം 2024 നടത്തി. ഇപ്പോൾ RRB ഒക്കെ അറിയിക്കുന്നത് എല്ലാ വർഷവും വേക്കൻസീസ് ഉണ്ടാവും, എല്ലാ വർഷവും എക്സാംസ് ഉണ്ടാവും എന്നാണ്. കൂടാതെ ഇപ്പം ഏകദേശം അഡ്വർടൈസ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്, ജൂനിയർ എഞ്ചിനീയർ എക്സാം 2026 ഉണ്ടാവും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ളവർക്ക് കിട്ടുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് RRB JEE എന്ന് പറയുന്നത്. RRB JEE കുറിച്ച് പറയുവാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും 3 ഇയർ ഡിപ്ലോമ ഉള്ളവർക്കും അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ഏജ് ലിമിറ്റ് 18 to 33 ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 36 വരെ കൊറോണ ബേസ്ഡ് 3 റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. കൂടാതെ അവിടെ നമുക്ക് എക്സാംസ് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഈ വർഷം ജൂലൈ സെപ്റ്റംബറിലേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സാം പാറ്റേണിനെ കുറിച്ച് പറയാം. RRB JEEയുടെ എക്സാം പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയും CBT1 CBT2 എന്ന് പറയുന്ന 2 എക്സാം ആണുള്ളത്. CBT1 മെയിനായിട്ട് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ദെൻ മാത്തമാറ്റിക്സ്, ജനറൽ സയൻസ് തുടങ്ങിയ ടോപ്പിക്സ് നമ്മൾ നോക്കുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞവർക്ക് CBT1 നമ്മുടെ കോർ സബ്ജക്ട്സ് ബേസ് ചെയ്ത് ഒന്നും ചെയ്യാനില്ല. ഓക്കെ, കാരണം അവിടെ മൊത്തവും ടോട്ടലായിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻ ആണ് വരുന്ന CBT1 എന്ന് പറയുന്നത്. ഓക്കെ, CBT1 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, 90 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ CBT1 പാസ്സാവുന്നവർക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്നതാണ് CBT2. CBT2 നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്കുള്ളതാണെങ്കിൽ അതിന്റെ കോർ സബ്ജക്ട്സിനെ ബേസ്ഡ് ആണ് CBT2 എക്സാം നടത്തപ്പെടുന്നത്. CBT2 ഈ പറയുന്ന ഉടനെ നമ്മുടെ ടെക്നിക്കൽ സബ്ജക്ട്സ് ഉണ്ട്. ഏതാണോ ഇപ്പൊ മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ, കൂടാതെ ഫിസിക്സ്, കെമിസ്ട്രി, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ, ജനറൽ അവയർനെസ് തുടങ്ങിയ ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ പറയുന്ന 50 മാർക്കിന്റെയാണ് ഈ പറഞ്ഞ ഫിസിക്സ്, കെമിസ്ട്രി, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, എൻവയോൺമെന്റ് ആൻഡ് ജനറൽ അവയർനെസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെയിൻ സ്ട്രീമിൽ നിന്നായിരിക്കും എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. അങ്ങനെ 120 മിനിറ്റിലെ 150 മാർക്കിനുള്ള എക്സാം ആണ് CBT2 എന്ന് പറയുന്നത്. ഇത് CBT1 ഇത്ര പെർസെന്റേജ് അപ്പിയർ ചെയ്തതിനു ശേഷം അവരിൽ നിന്നും CBT2 തിരഞ്ഞെടുത്ത് CBT2 ശേഷം ഇന്റർവ്യൂവിന് ശേഷമാണ് നമ്മൾ പോസ്റ്റിംഗ് നടത്തുന്നത്. ഓക്കെ, ദെൻ അതിന്റെ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന്റെ ടോപ്പിക്സ് ഉണ്ട്, ദെൻ മാത്തമാറ്റിക്സ് ഉണ്ട്, കൂടാതെ ജനറൽ അവയർനെസ് ഉണ്ട്, ജനറൽ സയൻസ്, ഇങ്ങനെ തുടങ്ങിയ CBT1. CBT2 നമ്മുടെ സെക്ഷൻസ് ആയിട്ടാണ്. സെക്ഷൻ എയിൽ നമ്മുടെ ടെക്നിക്കൽ, അത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ മിക്ക ടോപ്പിക്സും മിക്ക സബ്ജക്ട്സും അടങ്ങുന്ന ഒരു സിലബസ് ആണ് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിനുള്ളത്. കൂടാതെ സെക്ഷൻ ബിയിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, സെക്ഷൻ സിയിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ, സെക്ഷൻ ഡിയിൽ എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ, ദെൻ സെക്ഷൻ ഇയിൽ ജനറൽ അവയർനെസ്. ഇങ്ങനെയാണ് അതിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്, CBT1 ആൻഡ് CBT2 പാറ്റേൺ. പിന്നീട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിന് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണ് SSC ജൂനിയർ എഞ്ചിനീയർ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്. മുമ്പ് പറഞ്ഞ കൂട്ട് RRB കൂട്ട് തന്നെ ഉള്ള ഒരു എക്സാം ആണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്. അപ്പം അതിനകത്തും ഈ പറയുന്ന കൂട്ട് പേപ്പർ 1, പേപ്പർ 2, CBT1, CBT2 മോഡലിലാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. എക്സാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ പേപ്പർ 1, പേപ്പർ 2 ഇതിന്റെ ഓൾറെഡി നമുക്ക് അഡ്വർടൈസ്മെന്റ് വരാൻ സാധ്യതയുള്ളതാണ് നമ്മൾ പറയണത്. ജൂണിലേക്ക് അഡ്വർടൈസ്മെന്റ് എത്താം, ഏകദേശം ജൂലൈയിലേക്ക് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ എക്സാം ഒക്ടോബറിന് ശേഷം നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ SSC ജൂനിയർ. അപ്പം ഏറ്റവും അടുത്ത് നമുക്ക് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എക്സാം ആണ് SSC ജൂനിയർ എഞ്ചിനീയർ എക്സാം. ഓക്കെ, ഇതിനും ബാച്ചിലേഴ്സ് ഡിഗ്രി ആൻഡ് ഡിപ്ലോമയാണ് പറയുന്നത്. ഏജ് ലിമിറ്റ് 18 to 33 ഇയേഴ്സ് ആണ്. ഓക്കെ, ഇതിന്റെ നമ്മുടെ എക്സാമിന്റെ ഓവർവ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സാം SSC ആണ് കണ്ടക്ട് ചെയ്യുന്നത്. കൂടാതെ ഇതിന് നമുക്ക് സെലക്ടഡ് ആയാൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത് സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ്, ദെൻ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്, ദെൻ സെൻട്രൽ വാട്ടർ കമ്മീഷൻ, ദെൻ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, അതുകൊണ്ട് തന്നെ വേറെ ആയിട്ടുള്ള വേരിയസ് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്റേഴ്സിലാണ് നമുക്ക് പോസ്റ്റിംഗ് വരുന്നത് ജൂനിയർ എഞ്ചിനീയർ ആയിട്ട്. ഓക്കെ, ഇതിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു, പേപ്പർ 1, പേപ്പർ 2 രീതിയിലാണ് എക്സാം സംഘടിപ്പിക്കുന്നത്. പേപ്പർ 1ഉം പേപ്പർ 2ഉം CBT ഓൺലൈൻ മോഡാണ്. മാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ CBT1 200 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, CBT2
300-നാണ്. ഓക്കെ, രണ്ടും 2 hours മാത്രമുള്ള എക്സാം ആണ് നടക്കുന്നത്. ഓക്കെ, പേപ്പർ 1-ൽ നമ്മൾ മുമ്പേ പറഞ്ഞു കൂട്ട് തന്നെ പേപ്പർ 1-ൽ RRBക്കും SSCക്കും ഒരേ സിലബസ് ആണ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കലിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അങ്ങനെ 200 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ CBT 1 അല്ലെ പേപ്പർ 1-ൽ വരുന്നത്. പേപ്പർ 2 CBT 2-നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ മെയിൻ കോർ സബ്ജക്റ്റ്. ഫുൾ കോർ ആണ്, മുമ്പത്തെ കൂട്ട് അതിനകത്ത് വേറെ ഒന്നും മിക്സ് ചെയ്യുന്നില്ല. ഫുൾ കോർ സബ്ജക്റ്റ് ആണ്. ഇപ്പോൾ അത് സിവിൽ ആൻഡ് സ്ട്രക്ചറൽ എക്സാംസ് ഉണ്ട്, അവർക്ക് 300 മാർക്കിന്റെ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ് ഇവിടെ. അപ്പോൾ നമുക്കിപ്പം മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കലിൽ 100 ക്വസ്റ്റ്യൻസ് 300 മാർക്കിന്റെ 2 മണിക്കൂറാണ്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക്, നെഗറ്റീവിന് 1 മാർക്ക് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാം അവർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം CBT 2-ല് 300 മാർക്കിന്റെ ഒരു വലിയ എക്സാം ആണ് നമുക്ക് എഴുതേണ്ടി വരുന്നത്. എങ്കിലും ഈ പറയുന്ന കൂട്ട് തന്നെ നല്ലൊരു പോസ്റ്റ് ആണ് ജൂനിയർ എഞ്ചിനീയർ. അത് RRB ആയിക്കോട്ടെ SSC ആയിക്കോട്ടെ, ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അതിന്റെ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ CBT 1-ല് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ദെൻ ജനറൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കലിന്റെ സബ്ജക്ട് ബേസ്ഡ് ഉണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിന് സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ അപ്പിയർ ചെയ്യാൻ പറ്റുന്ന എക്സാംസ് എന്ന് പറയുന്നത്. ഓക്കെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിന് ഉടനെ തന്നെ എത്തുന്ന എക്സാം ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം. 3 ഡിപ്പാർട്ട്മെന്റിലാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് യൂണിവേഴ്സിറ്റിയിൽ, ഒന്ന് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ, ദെൻ നമ്മുടെ അഗ്രോ ഇൻഡസ്ട്രീസിൽ. ഇതിന്റെ എക്സാംസിനെ ബേസ് ചെയ്ത് 3 എക്സാമിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏണസ്റ്റ് അക്കാദമി ബാച്ചസ് ഒരുക്കുന്നുണ്ട്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാം ആണ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. മെക്കാനിക്കലിന്റെ കോർ സബ്ജക്ട്സ് മാത്രം സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എക്സാം ആണ്. കൂടാതെ നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എക്സാം ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നതാണ്, കൺഫർമേഷൻ വരാനുണ്ട്. ഈ പറയുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിന്റെയും ബാച്ചസ് നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സസ്, അതുകൊണ്ട് തന്നെ മോഡൽ എക്സാംസ്, കൂടാതെ നമ്മുടെ നേരത്തെ റാങ്ക് നേടിയ റാങ്ക് ഹോൾഡേഴ്സിന്റെ അണ്ടറിൽ വരുന്ന മെന്റർഷിപ്പ്, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. അപ്പോൾ പിന്നീട് RRB SSC എക്സാം, നമ്മൾ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടിയുള്ള ബാച്ചസ് ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പം പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുവാനും എന്തെങ്കിലും ഡൗട്ട്സ് ക്ലാരിഫിക്കേഷന് വേണ്ടി നിങ്ങൾ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയും കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്